ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ആശങ്കയും ഭീഷണിയും ഉയർത്തി സംയുക്ത പ്രതിരോധ മുന്നേറ്റ തീരുമാനവുമായി യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് നീങ്ങുകയാണ്. നാറ്റോ യൂണിയനിൽ ഉണ്ടായിട്ട് പോലും യൂറോപ്യൻ രാഷ്ട്രമായ ഉക്രൈനെ റഷ്യയ്ക്ക് ഒറ്റുകൊടുത്തുകൊണ്ട് റഷ്യയ്ക്കൊപ്പം നിൽക്കുകയും യൂറോപ്പിനെ ചതിക്കുകയും ചെയ്ത ട്രംപിൻ്റെ നടപടി യൂറോപ്പിനെ ഒരു വല്ലാത്ത നിരാശയിലേക്കും നാണക്കേടിലേക്കുമാണ് എത്തിച്ചിട്ടുള്ളത്. ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി തുടങ്ങിയ വൻ ശക്തികളായ രാഷ്ട്രങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ രാജ്യങ്ങളെല്ലാം നിഷ്പ്രഭമാക്കിയിട്ടുള്ള അമേരിക്കയുടെ ഏകാധിപത്യ പ്രവണത ഭാവിയിൽ യൂറോപ്പിനെ അമേരിക്കയുടെയും റഷ്യയുടെയും അടിമത്തത്തിലേക്ക് തള്ളിവിടാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു ബദൽ ശക്തിയായി ഉയർന്നു വരാനുള്ള തീരുമാനവുമായി ഇന്നലെ യൂറോപ്യൻ യൂണിയൻ സമ്മേളിച്ചത്. ഇവരുടെ ഈ പുതിയ തീരുമാനങ്ങൾ ലോക ക്രമത്തെ തന്നെ ആകെ മാറ്റിമറിക്കും എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ്. അറ്റ്ലാന്റിക്കിന്റെയും പസഫിക്കിന്റെയും കരയിൽ യൂറോപ്പ് ഒരു സ്വയം ശക്തിയായി കടന്നു വരുമ്പോൾ അത് അമേരിക്കക്കാണ് ഏറ്റവും അധികം തിരിച്ചടി ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി മുതൽ അമേരിക്കയെ ആശ്രയിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ യൂറോപ്പ് എടുത്തിട്ടുള്ളത്. അതിനുവേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ സൈനിക ചെലവ് വർദ്ധിപ്പിക്കുകയും സംയുക്ത പ്രതിരോധ പദ്ധതിയിലേക്ക് പണം സംഭരിക്കുകയും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുകയും ചെയ്യും എന്നാണ് അവർ തീരുമാനിച്ചത്. 2030 അതിശക്തമായ സ്വയം പര്യാപ്ത സൈനിക ആയുധബലമുള്ള ഒരു യൂണിയനായി മാറാനാണ് ഇപ്പോൾ ഇവരുടെ ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതോടെ അമേരിക്ക ലോകത്ത് മൂക്കുകുത്തി വീഴും എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ്. യൂറോപ്പിന്റെ കൂടി ആയുധബലത്തിലും പണത്തിന്റെ ധൈര്യത്തിലുമാണ് അമേരിക്ക ഇതുവരെ ആധിപത്യം നേടിയിട്ടുള്ളത് എന്നുള്ള കാര്യം അവർ മറന്നിട്ടുണ്ട്. ഇന്ന് അമേരിക്ക വൻ ശക്തിയാണെന്നാണ് ട്രംപ് കരുതുന്നത്. എന്നാൽ അമേരിക്കൻ ചങ്ങാത്തത്തിൽ നിന്നും യൂറോപ്പ് വിട്ടു നിന്നാൽ അത് അമേരിക്കൻ ഹുങ്കിനെ കുറയ്ക്കാനും ലോക സമാധാനത്തിനും കാരണമാകുമെന്ന് യൂറോപ്യൻ യൂണിയൻ കണക്ക് കൂട്ടുന്നുണ്ട്. തന്നെയുമല്ല, അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ബദലായി മറ്റൊരു ശക്തി കൂടി വളർന്നു വരുമ്പോൾ അത് വീറ്റോ പവറുള്ള ഈ രാജ്യങ്ങളെ നിലയ്ക്ക് നിർത്താൻ സഹായിക്കുമെന്നാണ് യൂണിയന്റെ വിദേശ മേധാവി കാജ കല്ലാസിന്റെ അഭിപ്രായം. തന്നെയുമല്ല, മധ്യേഷ്യയിലെ അറബ് രാജ്യങ്ങളുമായി കൂടുതൽ ചങ്ങാത്തം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യകതയും ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയുള്ള നാളുകളിൽ അവർ അറബ് രാജ്യങ്ങളുമായി കൂടുതൽ ചങ്ങാത്തം എന്നാണ് അർത്ഥം. ലോക സമ്പത്തിന്റെ ഏതാണ്ടൊരു 40% കിടക്കുന്നത് ഈ മധ്യേഷ്യയിൽ തന്നെയാണ്. അവരെ വിട്ടുകൊണ്ട് ലോകത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ തിരിച്ചറിവാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയന് ഉണ്ടായിട്ടുള്ളത്. എന്തെങ്കിലും ആവശ്യത്തിന് ഇവരുടെ പോയി പണം ചോദിച്ചാൽ കിട്ടും എന്നാണ് ഈ യൂണിയൻ കണക്കാക്കുന്നത്. അത് എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു പുതിയ യൂണിയൻ ഉണ്ടാക്കുമ്പോൾ പൈസയുടെ ആവശ്യം ഒരുപാടുണ്ടാവും. അതുകൊണ്ട് ഇത്തരം സമ്പന്ന രാഷ്ട്രങ്ങളെ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുമായിട്ട് ചങ്ങാത്തം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സൈനിക സാമ്പത്തിക സഹകരണം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട്. 1945 മുതൽ കാണാത്ത വലിയ മാറ്റങ്ങൾക്ക് അന്താരാഷ്ട്ര ക്രമം വിധേയമായിക്കൊണ്ടിരിക്കുമ്പോൾ യൂറോപ്പിന്റെ സുരക്ഷയ്ക്ക് ഇതൊരു നിർണായക ഘടകമാണ് എന്നാണ് കാജ കല്ലാസ് ബ്രസൽസിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത്. റഷ്യയുടെ സാമ്പത്തിക വ്യവസ്ഥ പൂർണ്ണ യുദ്ധരീതിയിലാണെന്നും അതിന്റെ ഫെഡറൽ ബജറ്റിന്റെ 40% സൈന്യത്തിനായി അവർ മാറ്റിവെക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉക്രൈൻ സമാധാനത്തിനായുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പരിഗണിക്കാതെ തന്നെ US മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഒരു ദീർഘകാല ആക്രമണ പദ്ധതിക്കുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കാൻ യൂറോപ്പ് തയ്യാറാവുകയാണെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഭവം വലിയ വിഷയമാകുന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പ് തന്നെയാണ്. ഇവരിങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ്. ഈ യൂണിയൻ മറ്റു ചില കണക്കുകൾ കൂടി നിരത്തുന്നുണ്ട്. 3.8 കോടി മാത്രമുള്ള ഉക്രൈൻകാരെ പരാജയപ്പെടുത്താൻ അമേരിക്കൻ സഹായമില്ലാതെ റഷ്യയ്ക്ക് കഴിയാതെ വന്നിരിക്കുകയാണ്. റഷ്യയിലെ ജനസംഖ്യ 14 കോടിയാണ്. അവർക്ക് ഈ 3.8 കോടി ജനങ്ങളെ ഇതുവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇവരുടെ കണക്കുകൾ പറയുന്നത്. തന്നെയുമല്ല, 45 കോടിയുള്ള യൂറോപ്യൻ യൂണിയൻ പൗരന്മാർ 34 കോടി അമേരിക്കക്കാരെ ആശ്രയിക്കേണ്ടതില്ല എന്നും ഒരു തിരിച്ചറിവ് ഇപ്പോൾ ഇവർക്കുണ്ടായിട്ടുണ്ട്. യൂറോപ്യൻ പ്രതിരോധ കമ്മീഷണർ ആൻഡ്രിയസ് കുബിലിയസ് ആണ് ഇതിപ്പോൾ പറയുന്നത്. നമുക്ക് മികച്ചത് ചെയ്യാൻ കഴിയും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. യൂറോപ്പിന്റെ പ്രതിരോധത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട സമയമാണിത്. അതിനായി ഇനി മുതൽ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം ഈ യൂണിയനെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവന്മാർക്ക് നേരം വെളുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. നല്ലൊരു അടി കിട്ടുമ്പോഴാണ് ഇത്തരക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത്.
ഇതിനു മുമ്പ് അവർക്ക് ചിന്തിക്കാനോ ഇത്തരം ഒരു അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നോ അവർക്ക് ഇത്രയും വർഷങ്ങളായിട്ട് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ വളരെ സുഖലോലപോരായിട്ട് എന്തെങ്കിലുമൊക്കെ കാശ് അമേരിക്കയെ ഏൽപ്പിച്ചുകൊണ്ട് അവർ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇതുവരെ. എന്നാൽ ഉക്രൈൻ യുദ്ധത്തോടെ അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ്. അത്യാവശ്യ ഘട്ടം വരുമ്പോൾ അമേരിക്ക അവരെ കൈവിടുമെന്നുള്ള കാര്യം യൂറോപ്പ് ഏതാണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് അവരിപ്പോൾ പുതിയ ഒരു മാറ്റങ്ങൾക്ക് തയ്യാറാവുന്നത് തന്നെ. അവർ സൈന്യത്തെ വർദ്ധിപ്പിക്കാനും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനും പണം സമ്പാദിച്ച് ഒരു വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കാനും ഒക്കെ അവർ ഇപ്പോൾ തയ്യാറാവുകയാണ്. അത് നല്ലൊരു സൂചന തന്നെയാണ്. അവരുടെ രക്ഷയ്ക്ക് അത് വളരെ നല്ല കാര്യം തന്നെയാണ്. വ്യോമ പ്രതിരോധം, മിസൈൽ പ്രതിരോധം, കൂടാതെ പീരങ്കികൾ, വെടിമരുന്ന്, ഡ്രോണുകൾ, സൈനിക ഗതാഗതം, AI ബുദ്ധി, അതുപോലെ തന്നെ സൈബർ യുദ്ധം തുടങ്ങി അടിസ്ഥാന സൗകര്യ സംരക്ഷണത്തിന് യൂണിയനിലെ രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു പുതിയ ധാരണ ഉണ്ടായിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. കാരണം ഇല്ലാത്തവർക്ക് ഉള്ളവരിൽ നിന്നും വാങ്ങാൻ കഴിയും. ഈ ഒരു യൂണിയൻ ഇങ്ങനെ നിൽക്കുന്ന കാരണം അതിലൂടെ അവരും വളരെയധികം ശക്തിയായി മാറും എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇവരെ ഇങ്ങനെയൊക്കെ കണക്ക് കൂട്ടുമ്പോൾ ഇതിനൊക്കെ ഏറ്റവും പ്രധാനം പണം എന്നുള്ളതാണ്. ഈ പണം കണ്ടെത്താനുള്ള വഴിയും അവർ ഈ യൂണിയനിൽ തീരുമാനമാക്കിയിട്ടുണ്ട്. അതായത് പ്രതിരോധ പദ്ധതികൾക്കായി ചിലവഴിക്കുന്നതിന് 150 ബില്യൺ യൂറോ, അതായത് ഏതാണ്ട് $163.35 ബില്യൺ ഡോളറാണത്. അത് ലോക ബാങ്കിൽ നിന്നും കടം വാങ്ങാനുള്ള പദ്ധതിയും ഇവർ ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ 650 ബില്യൺ യൂറോ കൂടി അവർ സ്വന്തമായി തന്നെ സമാഹരിക്കും എന്നും കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയൊരു ഫണ്ട് ഈ യൂണിയന്റെ പിൻബലത്തിനായിട്ട് ഉണ്ടാവും. അതവർക്ക് വലിയൊരു നേട്ടം തന്നെയാവും. പിന്നെ മറ്റൊരു പ്രശ്നം ഇങ്ങനെ ഇതിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്, ഇങ്ങനെയൊക്കെ ഇവർ യൂണിയൻ ഉണ്ടാക്കിയാലും ഈ സംയുക്ത പദ്ധതികളിൽ ആർക്കാണ് തീരുമാനമെടുക്കാൻ അധികാരമുള്ളത് എന്നുള്ളതാണ്. അതുതന്നെയല്ല, ആരാണ് ഇതൊക്കെ നടത്തേണ്ടത്, അവയ്ക്ക് എങ്ങനെ ധനസഹായം നൽകണം എന്നതിനെക്കുറിച്ച് യൂണിയനിലെ ഗവൺമെൻറ്റുകളുടെയും യൂറോപ്യൻ പാർലമെൻറ്റിൻ്റെയും അംഗീകാരം ഇപ്പോൾ അവർക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. അത് വരും മാസങ്ങളിൽ തന്നെ അവർ നടപ്പാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യൂറോപ്പിൻ്റെ പ്രതിരോധ സംവിധാന വ്യവസായം വളരെ വലുതാണെന്ന് അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. നമ്മൾ പോലും അറിയാത്ത പല കാര്യങ്ങളുമാണ് ഈ ചർച്ചയിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്. യൂറോപ്പിൽ 19 വ്യത്യസ്ത പ്രധാന യുദ്ധ ടാങ്കുകൾ ഉണ്ടെന്നാണ് ഇവർ ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഈ ടാങ്കുകളിൽ അമേരിക്ക ഉണ്ടാക്കുന്നത് വെറും 1 മാത്രമാണ്. തന്നെയുമല്ല, അമേരിക്കയ്ക്ക് വെറും 2 ടോർപിഡോകൾ മാത്രമേ ഉള്ളൂ. അതേസമയം യൂറോപ്പിന് 17 തരം ടോർപിഡോകൾ ഉണ്ട് എന്ന് ഇവർ കണക്കുകൾ നിരത്തുന്നുണ്ട്. അതായത് ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും ഇറ്റലിയുടെയൊക്കെ ആയുധങ്ങൾ വെച്ചാണ് അമേരിക്ക ഇങ്ങനെ ലോകത്ത് പോയിട്ട് വലിയ സംഭവമായിട്ട് എല്ലാവരും അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ അമേരിക്ക ചെയ്തുകൊണ്ടിരുന്ന ഇത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയൊക്കെ സാധനമാണ് അമേരിക്ക ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവർ കണക്ക് പറയുന്നതാണ്. നമ്മൾക്ക് വ്യത്യസ്ത തരം 19 ടാങ്കുകളുണ്ടെന്നാണ് അവർ പറയുന്നത്. എന്നാൽ അമേരിക്കയ്ക്ക് വെറും 1 മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മറ്റ് ടോർപിഡോകളുടെ കാര്യമൊക്കെ. അതുകൂടാതെ യുദ്ധക്കപ്പലുകൾ, മിസൈലുകൾ, ഇവയെല്ലാം അമേരിക്കയ്ക്കുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഈ യൂണിയൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവർക്കിപ്പോൾ ധൈര്യമുണ്ടാകുന്നത്. ഇത്രയൊക്കെ ഉമ്മാരുടെ കയ്യിൽ ഉണ്ടായിട്ട് പോലും അമേരിക്കയെ ആശ്രയിക്കുന്നതിലൂടെ യൂറോപ്പ് അപകടകരമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് അവരിപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി മുതൽ അമേരിക്കൻ താല്പര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് ഈ യൂണിയൻ ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത്. സ്വതന്ത്രവും ശക്തവുമായി നിലനിൽക്കുന്നതിലൂടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനും അതിലൂടെ സ്വയം അഭിമാനത്തെ ഉയർത്താനും കഴിയുമെന്ന് ഇവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. യൂറോപ്യൻ യൂണിയന്റെ ഈ തീരുമാനം അമേരിക്കയെ സംബന്ധിച്ച് മധ്യേഷ്യൻ താല്പര്യങ്ങൾക്ക് വമ്പൻ തിരിച്ചടിയാണ് വരുത്താൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2030 യൂറോപ്പും മറ്റൊരു ശക്തിയായി മാറുന്നതോടുകൂടി ലോകത്ത് 3ാം ലോകമഹായുദ്ധം എന്ന ഒരു ഭീതി ശരിക്കും അകലുക തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ചിന്തിക്കാം, ഈ യുദ്ധത്തിലേക്കുള്ള അകലം കുറയുകയല്ലേ എന്ന് നമ്മൾ സ്വാഭാവികമായി ചിന്തിച്ചേക്കാം. പക്ഷേ ശരിയല്ല. കാരണം ഇതിനു മുമ്പ് അമേരിക്കയുടെ തീരുമാനങ്ങൾക്കനുസൃതമായി തന്നെയാണ് യൂറോപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇനി അവർക്കതിൻ്റെ ആവശ്യമില്ല. അമേരിക്ക എവിടെയെങ്കിലും പോയി വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അമേരിക്ക പോയി തന്നെ അടിച്ചോളണം, ഞങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കണം, ഞങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കണം എന്നവർ തീരുമാനിക്കുന്നതോടുകൂടി ഈ ലോകത്ത് അമേരിക്കയുടെയും റഷ്യയുടെയും പിന്നിലുള്ള 2 ചേരി എന്നുള്ള ആ ഒരു ഇതങ്ങ് മാറിക്കിട്ടും. പിന്നെ ലോകമഹായുദ്ധം ഇല്ല. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും അടിക്കണമെങ്കിൽ അവർ തന്നെ പോയിരുന്ന് അടിച്ചോളണം, ഞങ്ങൾ ആരും കൂട്ടത്തിലില്ല എന്ന് പറഞ്ഞ് എല്ലാവരും മാറുന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ലോകമഹായുദ്ധം. തന്നെയുമല്ല, അമേരിക്കൻ താല്പര്യങ്ങൾക്കനുസരിച്ച് കൂടെ നിൽക്കാൻ ആരുമില്ല എന്ന തിരിച്ചറിവ് അമേരിക്കയുടെ ശക്തിയെ ക്ഷയിപ്പിക്കുമെന്നും അധിനിവേശങ്ങളിൽ നിന്നും
അത് അമേരിക്കയെ മാറ്റി നിർത്തുകയും ചെയ്യും എന്ന് ഈ യൂറോപ്പ് ഇപ്പോൾ കണക്കുകൂട്ടുകയാണ്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞെങ്കിലും യൂറോപ്പിൻ്റെ ഈ തീരുമാനം ഏറ്റവും അധികം ഗുണം ചെയ്യുന്നത് പശ്ചിമേഷ്യക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേലിനെ പിന്തുണച്ചുള്ള പശ്ചിമേഷ്യൻ ഉപരോധങ്ങളും അധിനിവേശങ്ങളും മൂലമുള്ള സൈനിക ചെലവുകൾ വഹിക്കുന്നതിലൂടെ അമേരിക്കൻ സാമ്പത്തിക അടിത്തറ തകർന്നടിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ മറുവശത്തെ ശത്രുക്കളുടെ എണ്ണം കൂടുകയും ചെയ്യുമ്പോൾ ഈ യൂറോപ്പും കൂടി കൈവിട്ടാൽ ഒറ്റപ്പെട്ടു പോകുന്ന അമേരിക്കയുടെ നിലനിൽപ്പിനായി ഈ പറയുന്ന യൂറോപ്പിൻ്റെ മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം പിന്നാലെ അമേരിക്ക പോകേണ്ടി വരും എന്നൊരു ഗതികേടിലേക്കാണ് വരും കാലം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ്. യൂറോപ്യൻ സിൻഡിക്കേറ്റിന്റെ ബലത്തിൽ ഇതുവരെ അഹങ്കാരവും അധികാരവും വെച്ച് പുലർത്തിയിരുന്ന ലോകത്തെ 1-ാം നമ്പർ രാജ്യമെന്ന പദവിയിൽ നിന്നും പടിയിറങ്ങേണ്ടി വരുന്ന ദാരുണമായ ഒരു കാഴ്ച ലോകം ഇനി കാണാൻ പോകുന്നതേയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.